സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 10th ഹിന്ദി ഠാക്കുർ കാ കുആ കഹാനിയുടെ എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട വാർത്താലാബ് അതുപോലെ തന്നെ പടുക്കഥ എങ്ങനെ സിമ്പിളാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ കഹാനിയുടെ ഫസ്റ്റ് പേജ് ഭാഗം ഗംഗീനെ പാനി ന ദിയാ ഖരാബ് പാനി പീനെ സെ ബീമാരി പട് ജായേഗി इतना जानती थी परंतु ये न जानती थी कि पानी को उबाल देने से उसकी खराबी जाती रहती है. എന്നത് മുതൽ ജോക്കുവിനെ ആശ്ചര്യ से उसकी ओर देखा पानी कहाँ से लाएगी എന്നുള്ള ആ പാരഗ്രാഫ് വരാം. അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ജോക്കുവിനെ ലോട്ടാ മൂസ ലഗായാത്ത എന്ന മുതലുള്ള ഭാഗവും വരാം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം ജോക്കുവും ഗംഗയും തമ്മിൽ സംഭാഷണം. ജോക്കു ഗലാ സൂക്കാ ജാ രഹാ ഹെ തൂ തോടാ പാനി ലാ. गंगी ये लो पानी. जोकू अरे इसमें सख्त बदबू है. गंगी बदबू ये कैसे आई? कल पानी लाते समय बदबू नहीं था. फिर जोकू अब तो मारे प्यास के रहा नहीं जाता. मैं क्या करूँ? गंगी न जाने कौन जानवर कुएं में मर गया है. जल्दी मैं दूसरा पानी लाए देती हूँ. जोकू पानी कहाँ से लाएगी? गंगी ठाकुर और साहू के 2 कुएं तो है, क्या एक लोटा पानी न भरने देंगे? जोकू हाथ पाँव तुड़वा आएगी और कुछ न होगा बैठ चुपके से. അപ്പം ഇതുപോലുള്ള 4-8 പോയിൻ്റെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം സംഭാഷണം ചെയ്യേണ്ടത്. ഒന്നുകൂടി വായിക്കാം. ജോക്കു പറയുകയാണ് ഗല സൂക്കാജാ രഹാഹെ, എൻ്റെ തൊണ്ടയാകെ വരണ്ടിരിക്കുകയാണ്. തു തൊടാ പാനിയില്ല, നീ അല്പം വെള്ളം കൊണ്ടുത്താ. ഗംഗി ഏലോ പാനി, ഇതാ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ജോക്കു അരേ ഇസ്മേ സക്ത ബദ്ബു ഹേ, ഇതിൽ ഭയങ്കരം ദുർഗന്ധമുണ്ടല്ലോ. ഗംഗി ബദ്ബു, ദുർഗന്ധമോ? ഏ കൈസിയായി, ഇതെങ്ങനെയാണ് വന്നത്? കൽ പാനി ലാത്തേ സമയ ബദ്ബു നഹീൻ താ, ഇന്നലെ ഞാൻ വെള്ളം കൊണ്ടുവെക്കുമ്പോഴൊന്നും സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഫിർ, പിന്നെ എങ്ങനെ? ജോക്കു അബ് തോ മാരേ പ്യാസ് കെ രഹാ നഹീൻ ജാത്ത, എനിക്ക് അല്പം പോലും ഇവിടെ കഴിയാൻ സാധിക്കണം, മുന്നോട്ട് പോകാനാവില്ല. മൈ ക്യാ കരും, എനിക്ക് ദാഹിച്ചു വയ്യ, ഞാൻ എന്ത് ചെയ്യും? ഗംഗി ന ജാനെ കോൻ ജാൻവർ കുയേ മേ മർ ഗയാ ഹെ, ജൽദി മൈ ദൂസര പാനി ലായേ ദേത്തി ഹും. ആർക്കറിയാം എന്ത് മൃഗമാണ് ആ കിണറിൽ ചത്തിരിക്കുന്നതെന്ന്. ജൽദി, പെട്ടെന്ന് തന്നെ ഞാൻ നല്ല വെള്ളം കൊണ്ടുതരാം. ജോക്കു പാനി കാംസിലായേകി, ഇനി നീ എവിടുന്നാണ് നല്ല വെള്ളം കൊണ്ടുവരേണ്ടത്? ഗംഗി ഠാക്കുർ और साहू के 2 कुएं तो है, क्या एक लोटा पानी न भरने देंगे? ഠാക്കൂറിൻ്റെയും സാഹുജിയുടെയും 2 കിണറില്ലേ, എന്താ അവിടുന്ന് ഒരു മുരുട വെള്ളം, ലോട്ട എന്ന് പറഞ്ഞാൽ മൊന്ത, മുരുട, അതിലൊരു മുരുട വെള്ളം ഞാൻ നിറച്ചു കൊണ്ടുതന്നാൽ എന്താ, കൊണ്ടുതരില്ലേ, ആവില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജോക്കു ഹാത്ത് പാവ് തൊടുവായേകി, കയ്യും കാലും തല്ലിയൊടിക്കും. അവർ കുച്ചിന് ഹോക, അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. ബൈട്ട് ചുബുക്കേസേ, അവിടെ അടങ്ങിയിരിക്കും, മിണ്ടാതിരിക്കും എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അടുത്തത് പടുക്കഥായ സ്ക്രിപ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എഴുതുമ്പോൾ ദൃശ്യം, അതായത് സീൻ, അതുപോലെ സ്ഥാൻ, സ്ഥലം, സമയ്, ടൈം ഓർമ്മിക്കുക, കഥാപാത്രങ്ങൾ ഓർമ്മിക്കുക, അതുപോലെ തന്നെ ഉമ്ര, വേഷഭൂഷ, ഏജും അതുപോലെ തന്നെ വേഷവിധാനങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ ദൃശ്യക്കാ വിവരൺ, അതിൽ നടക്കുന്ന ദൃശ്യത്തിൻ്റെ ആ ഒരു വിവരണം തയ്യാറാക്കുക. ലാസ്റ്റ് സംവാദ്, ലാസ്റ്റ് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടാക്കുക. ദൃശ്യവും സ്ഥലവും സമയവും കഥാപാത്രങ്ങളും അതുപോലെ ദൃശ്യക്കാ വിവരൺ സംവാദ്, ഇത്രയും പോയിൻ്റ് ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ട് വേണം പടുക്കഥ തയ്യാറാക്കുവാൻ വേണ്ടി. അപ്പോൾ പോയിൻ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു പടുക്കഥ ഉണ്ടാക്കാം. ആദ്യം തന്നെ ദൃശ്യ ഏക്ക്, ദൃശ്യം സീൻ 1. അപ്പോൾ 2 ചോദിച്ചാലും പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്കത് ഉണ്ടാക്കാൻ അറിയണം. ഇവിടെ 1 സ്ഥാൻ, സ്ഥലം ഏതാണ്, ജോക്കു അല്ലെങ്കിൽ ഗംഗയുടെ വീട് എന്നെഴുതാം. ഖഗർ, അതുപോലെ സമയം, ടൈം വൈകുന്നേരമാണെന്ന് ആ കഥയിലൂടെ നമുക്കറിയാം. ഷാം കോ 6 ബജെ എന്നാക്കാം, 7 ബജെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ആ പാരഗ്രാഫിൽ ഉൾപ്പെടുന്ന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കുക, ജോക്കുവും ഗംഗയും. വേഷഭൂഷ വേണമെങ്കിൽ നൽകാം. ജോക്കു വേഷം ബനിയൻ और धोती पहनता है और ഗംഗി സാടി പഹനത്തി ഹെ, അത് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ഏജ് കൊടുക്കാം. അതുപോലെ അവിടെ കാണുന്ന ദൃശ്യക്കാ വിവരൺ, അവിടെയുള്ള ആ വിവരണം എങ്ങനെയാണ്, എന്താണ് നമ്മൾ കാണുന്നത്, അവിടുത്തെ കാഴ്ച.
ജോക്കുവിൻ്റെ വീട്ടിൽ പ്യാസെ ഗംഗിക്കു ബുലാത്തെ. ജോക്കു എന്ത് ചെയ്യുന്നു? ദാഹം കൊണ്ട് ഗംഗിയെ വിളിക്കുന്നു. ഗംഗി പാനി ലാത്തി ഹെ. ഗംഗി ആ സമയത്ത് വെള്ളം കൊണ്ടുവരുന്നു. പാനി ക ലോട്ട ജോക്കു മൂസെ ലഗാത്തെ തോ. പാനി ആ മുരുടെ വെള്ളം ജോക്കു വായിലിങ്ങനെ കുടിക്കാൻ പോകുമ്പോഴും ഉസ്മെ സക്ത ബദബു ഹെ. അതിൽ ഭയങ്കര ദുർഗന്ധമുണ്ട്. പതി ഓർ പത്നിക്ക് ബീച്ച് ബാത്തെ ഹോത്തി ഹെ. അങ്ങനെ രണ്ടുപേരും അവിടെ സംസാരിക്കുന്നൊരു വാക്കുകൾ വരും. അത് നമുക്ക് ചെറിയൊരു സംഭാഷണം പിന്നീട് കൊടുക്കണം. അതാണ് നമ്മൾ പടുക്കഥയിൽ ലാസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അവിടെ ജോക്കു അരേ ഇസസെ ബദ്ബു ആത്ത ഹെ. ഈ വെള്ളത്തിൽ നിന്നും ഭയങ്കര ദുർഗന്ധം വരുന്നുണ്ടല്ലോ. ഗംഗി ബദബു കൈസെ. ദുർഗന്ധമോ? അതെങ്ങനെയാണ്? ജോക്കു തൂ ദേക്ക് സക്ത ബദബു ഹെ. ഭയങ്കര ദുർഗന്ധമാണ്, ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. ഗംഗി ടീക്ക് ഹെ ഏ കൈസയായ. ശരിയാണല്ലോ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ന ജാനെ കോൻ ജാൻവർ കുയമേ മരാഹെ. ആർക്കറിയാം എന്തെങ്കിലും മൃഗം ആ കിണറിൽ ചത്തിട്ടുണ്ടാവുമോ എന്ന്. ജോക്കു അബുമായി ക്യാ കരും. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? ഗംഗി മൈ കുയേസെ ദൂസരാ പാനി ലായ് ദേത്തി ഹും. ഞാൻ നല്ല വെള്ളം വേറെ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ 4 മാർക്കാണ്, ശ്രദ്ധിച്ചെഴുതുക. അവിടെ ദൃശ്യം, സ്ഥാൻ, സമയ, കഥാപാത്ര, വേഷഭൂഷ, അതുപോലെ ദൃശ്യക്ക വിവരൺ, സംവാദം. ഈ പോയിന്റുകൾ ആദ്യം മനസ്സിലാക്കി പഠിച്ചിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആ പാരഗ്രാഫ് നോക്കി എഴുതുകയാണ് ഏത് പടുക്കഥ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു പാരഗ്രാഫ് എടുത്ത് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 58. ठाकुर कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूद कर भागी जा रही थी. घर पहुंच कर देखा कि जोकू लोटा मुख से लगाए वही मैला गंदा पानी पी रहा है. അപ്പോൾ ടാക്കൂർ സൗണ്ട് കേൾക്കുന്നു, വെള്ളം വലിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോഴേക്കും ഓടി വരുന്നു. ആരാണെന്ന് ഉറക്കെ വിളിക്കുന്നു. അപ്പോഴേക്കും ഗംഗി തൻ്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ജോക്കു ലോട്ട മൂസലകായ മൈല ഗന്ധ പാനി പിരഹായ്. അതേ മോശം വെള്ളം കുടിക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു സംഭാഷണവും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പടുക്കഥയും തയ്യാറാക്കാം. ജോക്ക് ചോദിക്കുകയാണ്, അരേ തു പഹുഞ്ച് ഗയാ. ഗംഗി ഹാ ഏ മൈ ക്യാ ദേഖ് രഹി ഹൂം ആപ് ഗന്ദ പാനി പി രഹേ ഹൈ. ജോക്കു ക്യാ ഗഡേബർ പാനി മില. गंगी नहीं, कुएं से पानी लेते समय ही ठाकुर दरवाज़ा खोला. जोकू हे भगवान मैं क्या सुन रहा हूँ. गंगी डरना मत, ठाकुर कुएं के पास पहुँचने के पहले मैं कूद कर भाग गई. जोकू तू जाने से पहले ही बताया है ना, नहीं जाना पानी न मिलेगा. गंगी चिंता मत करो, हमें कोई रास्ता होगा. जोकू हे भगवाൻ ഹമേ ശുദ്ധ പാനി പീനേക്കാ ഭാഗ്യ ചാഹിയേ. ഇങ്ങനെയുള്ള സിമ്പിൾ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് സംഭാഷണം ചെയ്യേണ്ടത്. ജോക്കു അരേ തു പഹൂഞ്ച് ഗയാ. നീ എത്തിയോ? അപ്പോഴെന്താണ് ഗംഗി പറയുന്നത്? ഹാ ഞാൻ എത്തി. ഏ മൈ ക്യാ ദേഖ് രഹി ഹൂം ആപ് ഗന്ദാ പാനി പി രഹേ. നിങ്ങൾ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മോശം വെള്ളം വീണ്ടും കുടിക്കുകയാണോ? അപ്പോൾ ജോക്കു ക്യാ ഗഡേബർ പാനി മില. പാത്രം നിറയെ വെള്ളം കിട്ടിയോ? ഗംഗി നെഹി കുയേസെ പാനി ലേത്തെ സമയ ഹി ഠാക്കൂർ ദർവാസ ഖോല. ഇല്ല, വെള്ളം കിട്ടിയില്ല. കിണറിൽ നിന്നും വെള്ളം കോരുമ്പോഴേക്കും ഠാക്കൂർ വാതിൽ തുറന്നു. ജോക്കു ഹേ ഭഗവാൻ മൈ ക്യാ സുൻ രഹാ ഹൂം. ഞാൻ എന്താ ദൈവമേ കേൾക്കുന്നത്? ഗംഗി ഡർനാമത്ത്, ഭയപ്പെടണ്ട. ഠാക്കൂർ കുയേക്കെ പാസ് പഹൂഞ്ചിനേക്കെ പഹലെ മൈ കൂത് കർ ഭാഗേ. അയാൾ കിണറിൻ്റെ അരികിലേക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ ഓടി രക്ഷപ്പെട്ടു. ജോക്കു തൂ ജാനസെ പഹലെ ഹി ബദായ ഹേന. നീ പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ നഹീൻ ജാന, പോവേണ്ട എന്ന്. പാനി ന മിലേക, വെള്ളം കിട്ടില്ല എന്ന്. ഗംഗി ചിന്താമത്ത് കരോ ഹമേ കോയി രാസ്ത ഹോക. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, എന്തെങ്കിലും വഴി ഉണ്ടാകും. ജോക്കു ഹേ ഭഗവാൻ ഹമേ ശുദ്ധ പാനി പീനേക്കാ ഭാഗ്യ ചാഹിയേ. ഞങ്ങൾക്ക് നല്ലൊരു വെള്ളം കുടിക്കുവാനുള്ള ഒരു ഭാഗ്യം തന്നാലും എന്ന് ജോക്കു പറഞ്ഞവസാനിപ്പിക്കുന്നു. അങ്ങനെ ഇതുപോലുള്ള ചെറിയ ചെറിയ നല്ല സിമ്പിളായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ട് 4 മാർക്ക് വാങ്ങിക്കേണ്ട രീതിയിൽ സംഭാഷണം എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നെടുക്കുക.
അതുപോലെ ചെയ്യുക. അതുപോലെ ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 പോയിൻ്റ് ഒരാൾ പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് 4 പോയിൻ്റ് പറയുന്ന രീതിയിൽ, അങ്ങനെ 8 10 പോയിൻ്റെങ്കിലും സംഭാഷണത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 മാർക്ക് ഓക്കെയാണ്. ഇതേ പാരഗ്രാഫ് കൊണ്ട് തന്നെ ചെറിയൊരു പടുക്കഥ നമുക്ക് ഉണ്ടാക്കാം. പടുക്കഥ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മനസ്സിലാക്കി ദൃശ്യ ഏക്ക് അഥവാ 2 പടുക്കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൃശ്യ ഏക്ക് എന്നിട്ട് ഇതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ദൃശ്യ ദോ അതുപോലെ ചെയ്യുക. ഓക്കെ. സ്ഥാൻ, സമയ്, കഥാപാത്ര, ആയു, അതുപോലെ വേഷഭൂഷ, ദൃശ്യക്ക വിവരൺ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ നോക്കാം. സ്ഥാൻ ജോക്കു കാ ഘർ, ജോക്കുവിൻ്റെ വീടാണ്. സമയ് രാത് കാ 10 ബജെ എന്ന് പറഞ്ഞാൽ 9 ബജെ ആണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 10 അല്ലെങ്കിൽ 11 ബജെ അങ്ങനെ ചെയ്യാം. അതുപോലെ കഥാപാത്രം ആരൊക്കെയാണ്? ജോക്കു, ഗംഗി. ദൃശ്യക്ക വിവരൺ, അവിടെ കാണുന്ന ദൃശ്യം എന്താണ്? കാഴ്ചകൾ കാണുന്നത്. ഗർമേം जोकू गंदा पानी पीने में तैयार रखता है. गंगी भाग कर आ रही है, जोकू को गंदा पानी पीने से रोकती है. അപ്പോൾ ഗംഗി ജോക്കു എന്ത് ചെയ്യുന്നു? വെള്ളം, ആ മോശം വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് ആരെത്തുന്നു? ഗംഗി ഓടിയെത്തുന്നു. അങ്ങനെ ജോക്കുവിന് വെള്ളം കുടിക്കുന്നതിന് തടയുന്നു. ഇവിടെ നെക്സ്റ്റ് വരുന്നത് സംഭാഷണം. ഇവിടെ കൂടുതൽ സംഭാഷണം വേണ്ട, 4 5 പോയിൻ്റ് അങ്ങ് മതി. ഗംഗി അരേ ഏ മൈ ക്യാ ദേഖ് രഹി ഹൂം, ഞാൻ എന്താണ് ഈ കാണുന്നത്? ജോക്കു പ്യാസ് സഹ് നഹി സക്താ, ക്യാ ഗഡേബർ പാനി മില, എനിക്ക് ദാഹം ചുട്ടു വയ്യ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. എന്താ, 1 മിനിയുടെ വെള്ളം നിറയെ കിട്ടിയോ, അല്ലെങ്കിൽ വെള്ളം കിട്ടിയോ? ഗംഗി നഹി മൈ കുവേസെ പാനി ലേത്തെ സമയ ഹി ഠാക്കൂർ ദർവാസ ഖോല, ഞാൻ വെള്ളം കോരുമ്പോൾ തന്നെ ഠാക്കൂർ വാതിൽ തുറന്നു. ജോക്കു ഹേ ഭഗവാൻ ഫിർ, പിന്നെന്ത് സംഭവിച്ചു? ഗംഗി ഫിർ മൈ ജഗത്ത് സെ കൂദ് കർ ഭാഗി, ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ജോക്കു മൈനെ പഹലെ ഹി ബതായ ഹേന പാനി ന മിലേഗ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പോകേണ്ട, വെള്ളം കിട്ടില്ല, അവർ ദ്രോഹിക്കുമെന്ന്. ഗംഗി അവർ കോയി രാസ്ത നഹീന്ത, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ച പടുക്കഥയുടെ മോഡലും അതുപോലെ സംഭാഷണങ്ങൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു പടുക്കഥ നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് 4 മാർക്ക് വാങ്ങിക്കാനും കഴിയും. ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ നിങ്ങളും ഒരു പാരഗ്രാഫ് ഈ പാഠത്തിന് എടുത്തുകൊണ്ട് ഇതുപോലെ സംഭാഷണവും അതുപോലെ പടുക്കഥയും ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 4 മാർക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.